ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂര്യയുടെ ഏറ്റവും ചിത്രമായിട്ടുള്ള റെട്രോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെട്രോയെ കുറിച്ച് പറയുമ്പോൾ തുടരെ പരാജയങ്ങൾക്ക് ശേഷം ഒരു സൂര്യ ചിത്രം റിലീസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായാൽ നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു ഘടകമായിട്ടുള്ള അതിൽ ഡയറക്ടറുടെ ഒരു പേര് തന്നെയാണ് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസം, കാരണം തൻ്റെ സിനിമാ പ്രേമികൾ തൻ്റെ ആരാധകർ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം മുൻ ചിത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം എന്നിലെ പ്രേക്ഷകർ വളരെയധികം നിരാശ തന്നെയായിരുന്നു റെട്രോ കണ്ടെനിക്ക് സമ്മാനിച്ചത്. കാരണം അത് പടത്തിൻ്റെ ഉടനീളം പിന്തുടരുന്നുണ്ട്. റെട്രോയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, കങ്കുവ എന്ന് പറയുന്ന വളരെ പരാജയപ്പെട്ട ചിത്രം സൂര്യ റിലീസ് ചെയ്യുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ സൂര്യ, ജോർജ്, പൂജ ഹണ്ടെ, ജയറാം, നാസർ തുടങ്ങിയ പ്രധാനമായി കാസ്റ്റിംഗ് വരുന്നുണ്ട്. ബാക്കി താരങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വ്യക്തികളൊന്നും പേരറിയില്ല. വില്ലനൊക്കെ ഏതോ ഒരു +2 സ്റ്റുഡൻ്റ് ആണെന്നുണ്ട്. അവരൊക്കെ പിടിച്ച് കൊണ്ട് വില്ലനാക്കിയിട്ട് നമുക്ക് അതിലോട്ട് പതിയെ കിടക്കാം. അപ്പോൾ അതൊന്ന് കേട്ടെ. ഇപ്പോൾ തന്നെ എൻ്റെ തിരക്കഥ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കാർത്തിക് സുബ്രാജ് തന്നെയാണ് തിരക്കഥയും ഡയറക്ഷൻ അദ്ദേഹം തന്നെയാണ്. പ്രൊഡ്യൂഷൻ ചെയ്തിട്ടുള്ളത് സൂര്യ, അതുപോലെ തന്നെ ജ്യോതിക ചെയ്തിട്ടാണ്. സിനിമാഗ്രാഫി ചെയ്തിട്ടുള്ള ശ്രേയസ് നാരായണാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഷെഫിക് മുഹമ്മദ് അലിയാണ്. മ്യൂസിക് സന്തോഷ് നാരായണാണ്. അപ്പോൾ ഇത്രയേറെ നല്ലൊരു ക്വാളിറ്റി വൈസുള്ള വൺ ടീം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു കാണുന്ന പ്രഷർ യാതൊരു ഇമ്പാക്റ്റോ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല. നമ്മൾ ടീസറിലോ ട്രെയിലറിലോ കാണിച്ച പോലെ തന്നെ ലവും വാർ തന്നെയാണ്. അതായത് ലവിന് വേണ്ടിയിട്ടുള്ള യുദ്ധം, ലവിന് ശേഷം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു മനുഷ്യൻ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഈ എവിടെയും എന്താ പറയുക ഒരു വാവ് ഫിയറ്റർ, എന്താ പറയുക എൻഗേജിങ് ആയിട്ട് എന്താണ് അത് സംഭവിക്കുക എന്നുള്ള തോന്നലോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം അടുക്കും തോറും ഇത് നമുക്ക് വളരെ നല്ല ഒരു തലവേദന അനുഭവപ്പെടുന്നുണ്ട്. നല്ല മടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു തോന്നലാണ്. ഈ സമീപകാലത്താണ് ഇൻ്റർവെല്ലാകും മുമ്പായിട്ട് വെറുത്തെന്ന് തോന്നുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. സെക്കൻഡിലോട്ട് കടക്കുമ്പോൾ യാതൊരു മാറ്റമോ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവിടെയും വളരെ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ സ്ഥിരം പടത്തിലെ പോലെ തന്നെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടും വളരെയും നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രം പാരി എന്ന് പറയുന്ന പാരിവേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാലം ഇതിൽ കാണിക്കുന്നുണ്ട്. 1960 തോന്നുന്നു അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അതിന് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. നേരെ ജോർജിൻ്റെ അടുത്തെത്തുന്നുണ്ട്. സാഹസിക തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് വരുന്ന പേര് വിട്ടു പോയതാണ്. അപ്പോൾ അവരെ കഥാപാത്രങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് ഈ വ്യക്തി വലുതായി കാണിക്കുന്നു. ജോർജിൻ്റെ കൂടെ എത്തിപ്പെടുന്നുണ്ട്. അവിടെ അച്ഛൻ മകൻ ഉള്ള അമ്പ് പാസം പരിപാടി ഇങ്ങനെയുള്ള കണ്ടാവുന്നുണ്ട്. അത് എത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ ഇമോഷണലായിട്ട് ഒരു ടച്ചോ ഒന്നും തന്നെ ഒരു സ്വാധീനിക്കുന്നില്ല. സാധാരണ ഒരു കാർത്തിക് സുബ്രാജ് ഫിലിം കാണുന്നതൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യാതൊരു ഗുണമോ മേന്മയോ എനിക്ക് അവിടെയും കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തന്നെ പടത്തിലോട്ട് ഉടനീളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതൊരു നെഗറ്റീവാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അതിൻ്റെ ഓരോ വളർച്ചയും ഏങ്കിളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, പല ലുക്കിലൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഥാനായിക വരുന്നു. രുക്മിണി എന്നാണ്. രുക്മിണി എന്നുള്ള വിളിയിലൂടെ നിൽക്കുന്നതാണ് നമ്മുടെ നായകൻ. അതിൻ്റെ ഇടയ്ക്ക് പ്രണയം, ഒരു കുറേ ക്രിഞ്ച് വെസ്റ്റും പരിപാടിയും കാര്യമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥ തന്നെയാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നായകൻ ഉടനീളം പരിശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്തോ ഈ നായകൻ്റെ ഇതിൽ പ്രോബ്ലം എന്താണ്, ആ ഒരു പ്രശ്നം തന്നെയാണ് കാണുന്ന പ്രേക്ഷകരിലേക്ക് ഉണ്ടായത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നെഗറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. കാരണം ഒരു കൂടുതൽ അത് റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ ഇത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന ഒരു തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇൻട്രോ പോലും ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് കയ്യടിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇൻട്രോയും സാധിച്ചിരുന്നില്ല. അതും മറ്റൊരു നെഗറ്റീവായിട്ടാണ്. കാരണം ഇതിൽ പോസിറ്റീവായിട്ട് ഘടകങ്ങൾ പറയാച്ചെങ്കിൽ എന്താ പറയുക വളരെ കുറച്ച് ഉണ്ടാവും. നെഗറ്റീവിലോട്ട് കിടക്കാൻ ഇഷ്ടം പോലെ തന്നെയുണ്ട്. കാരണം നമ്മൾ കൂടുതലായി പറഞ്ഞ സ്പോയിലറായി പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻട്രോ വളരെ ഒരു മോശമായിട്ടുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായകൻ പ്രണയത്തിലാവുന്നു, കല്യാണം നടത്തുന്നു. കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് പിന്നെയും നായകനും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഒരുപാട് പാസം പരിപാടിയും കാലൊക്കെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ വില്ലൻ്റെ എൻട്രി വരുന്നു. വില്ലൻ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ +2 സ്റ്റുഡൻ്റൊക്കെ കൊണ്ടുവച്ചതുകൊണ്ട് വളരെ കോമഡി പീസാക്കി കളഞ്ഞത്. നാസറിൻ്റെ എന്താ പറയുക പണ്ടത്തെ ഭീഷ്മാചാര്യ പോലെ ഒരു വീഴ്ചയിൽ നിന്നിട്ടുള്ള ആജ്ഞാപിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഒന്നും തന്നെ വർക്കൗട്ട് ആയിരുന്നില്ല. കുറേ ഫോറസ്റ്റും കാട്ടുവാസികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അത് മാത്രമല്ല നമ്മുടെ സ്ഥിരം പടത്തിൽ തന്നെ സ്ഥിരം ദാരിദ്ര്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. നമ്മുടെ അവസാനം ഇറങ്ങി പറയാച്ചെങ്കിൽ നിവിൻ പോളിയുടെ പടവെട്ടിലെ ചേച്ചിയായിട്ട് അവതരിപ്പിച്ച വല്യമ്മയായിട്ട് അവതരിപ്പിച്ച ആ കഥാപാത്രം ഇതിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദാരിദ്ര്യ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഡയലോഗ് കുറവാണ്, പക്ഷെ അവസാന ഭാഗത്ത് ഡയലോഗ് തുറക്കുമ്പോൾ ഗംഭീരമായിട്ട് വീർപ്പിക്കും, ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതിൽ ഏറ്റവും വലിയ നമ്മുടെ നായകൻ്റെ പ്രശ്നം, നായകന് ചിരി വരാത്ത ഒരു നായകൻ തന്നെയാണ്. കാണുമ്പോൾ എനിക്കും ആ ഒരു ഫീലിംഗ് തന്നെ അനുഭവപ്പെട്ടു. കാരണം എവിടെയും ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. കാരണം പടത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രോ ആണെങ്കിലും ബാക്കിയുള്ള ഡയലോഗ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു നാടകം കാണുന്ന ഒരവസ്ഥയാണ്. സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കുന്നു, ആരൊക്കെ എന്തോ എന്നൊക്കെ ഒരുപാട് ഡയലോഗ് പറഞ്ഞു പോകുന്നു, പടം നാടകം അവസാനിക്കുന്നു, ഇറങ്ങിപ്പോരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു ഈ പടത്തിനും ഉണ്ടായത്. കാരണം സൂര്യ, പൂജ ഹണ്ട, ജോജൊക്കെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ യാതൊരു ഫീലിങ്ങോ ടച്ചോ ഒന്നും തന്നെ കഥാപാത്രത്തോടുള്ള പ്രേക്ഷകരിലേക്കോ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്ന് കഥാപാത്രത്തിലേക്കോ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നൊരു നെഗറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തായിട്ട് തൻ്റെ ആരാധകരോട് പ്രേക്ഷകരോട് ഒരുപാട് ചാരിറ്റിക്ക് അപ്പുറത്തോട് കടക്കുമ്പോൾ എന്താ പറയുക, ഒരു തരത്തിലും തൻ്റെ ഫാൻസിനെ സന്തോഷപ്പെടുത്തുന്ന ഒരു പടം പോലും സംഭവിക്കുന്നില്ല. ഒരു ഫാൻ എന്ന നിലയ്ക്ക് നല്ല ഞാൻ സംസാരിക്കുന്ന ഒരു പ്രേക്ഷക നിലയ്ക്ക് തിരിച്ചൊരു ഫിലിം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് വളരെ നിരാശ തന്നെയാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിലോ ഏവക അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് നാരായണൻ മ്യൂസിക് ഒരു പരിധി വരെയും സഹായിക്കുന്നുണ്ട്. പരിധി എന്ന് പറയുമ്പോൾ ഏകദേശം 40%, ബാക്കി 70% എത്തുമ്പോൾ വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എസ്പെഷ്യലി ക്ലൈമാക്സിൽ കാട്ടിക്കൂടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഗോൾഡ് വിഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സ്പോയിലറായിപ്പോൾ അത് ജാതിയാണ്. ഉണക്കമീനും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയും അതിൻ്റെ ഇടയ്ക്ക് ഒരു വെയിലും അതുപോലെ തന്നെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. മുതലാളിത്തത്തിൻ്റെ അടിമത്തം അല്ലെങ്കിൽ ജിമ്മിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യം, അതുപോലെ എന്താ പറയുക, പണ്ടത്തെ അനുഭവപ്പെടുന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ട്. 2 പാർട്ടികൾ, എ ടീമും ബി ടീമും തമ്മിലുള്ള യുദ്ധം. അതിൽ ജയിച്ചവൻ ഏറ്റവും ബോഡി വീക്കായതിനെ ആളെ വെട്ടിക്കൊല്ലുക, മുതലേക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുക. പണ്ടത്തെ ജോസ് പ്രകാശിൻ്റെ മൂല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുതല കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുന്ന പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു പടത്തിലെ വില്ലൻ്റെ ആക്ടിവിറ്റിയാണ് അതൊക്കെ. വില്ലെന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്താണ് യാതൊരു ഫീലിങ്ങോ വികാരങ്ങളോ തോന്നിപ്പിക്കാത്ത ഒരു വില്ലനായി പോകുന്ന ഒരവസ്ഥ തന്നെയാണ് ഇതിൽ അനുഭവപ്പെട്ടത്. കാരണം സൂര്യയ്ക്ക് ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഇതിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായി തോന്നുന്നു. ജയിലിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതിലെ ലുക്കും അത്യാവശ്യം കൊള്ളാമായിരുന്നു. സെക്കൻഡ് ലാവട്ട് കടക്കുമ്പോഴാച്ചെങ്കിലും എന്താ പറയുക, ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചുള്ള ഫൈറ്റ് സീൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ എന്താ പറയുക, ഒരു യുദ്ധം നടക്കുന്നുണ്ട്. നായകൻ്റെ വില്ലൻ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഒരു ബ്ലാക്കും റെഡും റിസർവ് തമ്മിലുള്ള യുദ്ധം. ആ ഫൈറ്റ് അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഒരു ക്രിഞ്ച് റോസ്റ്റാണ് കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കുറേ പടച്ചിട്ടും പരിപാടിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചളമാക്കി കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അതിലോട്ട് അവസാനമായിട്ട് കുറേ ഒരു തോക്കും ഗണ്ണും മിൻസൈലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതും ഒരു കോമഡിയാണ്, ചിരിപ്പ് വരാൻ പറഞ്ഞിട്ട്. ജയറാമ ഒന്ന് അവതരിപ്പിക്കുന്ന ചിരിക്കുന്ന ഡോക്ടറാണ്. അതായത് ചിരിക്കാത്ത മനുഷ്യനെ ചിരിപ്പിക്കുന്ന ഒരു ചാപ്ലിൻ പോലത്തെ ഒരു കഥാപാത്രമായിട്ട് പക്ക ഒരു കോമഡി പീസാക്കി കളഞ്ഞു. ജോജോനെ കുറിച്ച് ഞാൻ പറയാച്ചാൽ എന്താ പറയുക, എനിക്ക് ഒട്ടും തന്നെ ആ കഥാപാത്രത്തിനോടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ ഒരു ടെററാണെന്ന് തോന്നിപ്പിക്കുന്നില്ല. വളരെ തടി ഓവറായിട്ട് തോന്നിപ്പിക്കുന്നു. അതുമാത്രമല്ല ആ കഥാപാത്രത്തിന് എന്തോ ചേരാത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ആ കോസ്റ്റ്യൂമിൻ്റെ പ്രശ്നമായിരിക്കാം, വേറെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പൂജാഹനയുടെ മുഖത്തൊക്കെ കരിവാരി തേച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. രുക്മിണി അതുകൊണ്ടാണ് രുക്കു എന്ന് നോക്ക് രുക്കു എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അതെന്തൊക്കെയോ ഇപ്പോൾ തന്നെ നേരെ ഒരുപാട് വേറെ വ്യക്തികളെ വാരി പൂരിച്ച് അത് ദാരിദ്ര്യമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നായികയിലുള്ള കോസ്റ്റ്യൂം വളരെ ക്വാളിറ്റി കുറഞ്ഞുള്ള ഡ്രസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ ആയിരിക്കാം ചിലവ്, എന്തൊക്കെയാണ് ചിലവ് കൂട്ടിയ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബഡ്ജറ്റ് പടമാണെന്ന് പറയുന്നു. സൂര്യ കുറേ ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്നു, കുറേ ഡയലോഗ് അങ്ങോട്ട് മടിക്കുന്നുണ്ട്. അതൊക്കെയാണ് പടത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു പടക്കം ചീറ്റിയൊരു അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഈ സമീപകാലത്ത് വെച്ച് എനിക്ക് തുടക്കം തൊട്ട് ഒടുക്കവനും തലവേദന സൃഷ്ടിച്ച ഒരു ചിത്രമുണ്ടെങ്കിൽ റെട്രോ എന്ന് പറഞ്ഞ ഫിലിം തന്നെയായിരിക്കും. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാൻ സാധിക്കുള്ളൂ. കറക്റ്റ് ആവുന്നില്ല കഥാപാത്രത്തിലും, അല്ലെങ്കിൽ എനിക്ക് വർക്കായില്ല, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ റെട്രോ എന്ന് പറയുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.